ശരി, ഇടുക്കി നിയോജക മണ്ഡലത്തിലും വോട്ടിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ്. UDF, LDF, NDA മുന്നണി സ്ഥാനാർത്ഥികൾ ആദ്യ മണിക്കൂറിൽ തന്നെ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. മണ്ഡലത്തിൽ ഒരിടത്തും ആദ്യ മണിക്കൂറുകളിൽ വോട്ടെടുപ്പിൽ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടായിട്ടില്ല. വിശദാംശങ്ങളുമായി ബിജു വൈസ് നിർമ്മിച്ചിരുന്നു. ബിജു, ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ആദ്യ മണിക്കൂറുകളിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിതിനെ, ഇടുക്കി നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് നിലവാരം അതിന്റെ ആദ്യ മണിക്കൂറുകളിൽ നല്ല രീതിയിൽ തന്നെ തുടരുകയാണ്. വോട്ട് ചെയ്യാൻ, അതായത് വോട്ടിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ഇടത് വലത് NDA മുന്നണി സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അതോടൊപ്പം ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേല് കരിമൺ മണിപ്പാറ സെന്റ് മേരീസ് LP സ്കൂളിൽ രാവിലെ 7:30 വോട്ട് രേഖപ്പെടുത്തി. ഇടുക്കി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റ്യൻ വാർത്തോപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 8:15 ഭാര്യ റാണിയോടും മക്കളോടും ഒപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. റോഷിയുടെ 2 മക്കളുടെ കന്നി വോട്ട് കൂടിയായിരുന്നു. UDF സ്ഥാനാർത്ഥി റോയ് കെ പൗലോസ് ഉടുമ്പന്നൂർ തട്ടക്കുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. അപ്പോൾ NDA സ്ഥാനാർത്ഥി പ്രതീഷ് പ്രഭ കൊന്നത്തടി പഞ്ചായത്തിലെ കമ്പളികണ്ടം പാരീഷ് ഹാളിലെ 45-ാം നമ്പർ ബൂത്തിലും ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എടുത്തു പറയേണ്ടത്, ഇന്നത്തെ കാലാവസ്ഥയോട് നല്ല അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ വോട്ടർമാരുടെ വലിയ ഒരു നീണ്ട നിര തന്നെ നമുക്ക് പല ബൂത്തുകളിലും കാണുവാൻ സാധിച്ചു. എന്നാൽ ഈ 11 മണി ഈ സമയത്തോട് അടുത്ത് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായും നിരയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. കാരണം ചൂട് തന്നെയാണ്. ഇനി ഉച്ച കഴിഞ്ഞായിരിക്കും ഒരു പക്ഷേങ്കിൽ പോളിംഗ് ശതമാനത്തിൽ വർധനമുണ്ടാകുന്നത്. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ 23.6% പോളിംഗ് ആണ് ഇതുവരെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഔദ്യോഗിക കണക്ക് വരുന്നത്. അനൌദ്യോഗികമായി ഇതിൽ അപ്പുറത്തേക്ക് വരുന്നുണ്ട്. എങ്കിൽ തന്നെയും യഥാർത്ഥമായ ഒരു ശതമാനം വരും മണിക്കൂറുകൾ നമുക്ക് കൂടുതലായും അറിയുവാൻ സാധിക്കും. എന്നിരുന്നാൽ തന്നെയും ഒരു ചൂടേറിയ മത്സരം ഇടതു വലതു മുന്നണികൾ നേർക്കുനേർ മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പോളിംഗ് ശതമാനവും ആദ്യ മണിക്കൂറിൽ നന്നായി തന്നെ കയറ്റുവാൻ, അതായത് തങ്ങളുടെ വോട്ട് കഴിവതും പരമാവധി നേരത്തെ തന്നെ ചെയ്തു തീർക്കുവാനായിട്ടാണ് മുന്നണി പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ശ്രമിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഉച്ചവരെ വരാത്ത ഓരോ വോട്ടർമാരെയും വീടുകളിലെത്തിയാണെങ്കിൽ പോലും എത്തിക്കാനുള്ള ശ്രമം തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് മുൻ ഇലക്ഷനേക്കാൾ ഏറെ വാശിയേറിയ മത്സരം എന്ന് തന്നെ പറയാം. സംസ്ഥാനത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യനും കൈപ്പത്തി ചിഹ്നത്തിൽ 35 വർഷങ്ങൾക്ക് ശേഷം കൈപ്പത്തി ചിഹ്നത്തിൽ റോയ് കെ പൗലോസും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു മത്സരം എന്ന നിലയിൽ ഇടതു വലതു മുന്നണികളാണ് വാശിയേറിയ ഒരു പോരാട്ടത്തിൽ തന്നെ ഉള്ളത്. NDAയും നില മെച്ചപ്പെടുത്തുവാൻ ശക്തമായി തന്നെ രംഗത്തുണ്ട് എന്ന് പറയുവാനേ ആദ്യ മണിക്കൂറുകളിൽ കഴിയുന്നുള്ളൂ. നിതിൻ.